ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പവിത്രം. പവിത്രം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പര ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ആ ഒരു ദുഃഖമാണ് പ്രേക്ഷകർക്കുമുള്ളത്. സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്ന പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പരമ്പര ക്ലൈമാക്സിലേക്ക് എന്നുള്ള വിവരം പുറത്തുവിട്ടിരുന്നത്. ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ ദുഃഖം തന്നെയായിരുന്നു. വ്യത്യസ്തമായ കഥാമുഹൂർത്തങ്ങളും അതുപോലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായുള്ള സവിശേഷതയായിരുന്നു ഈ ഒരു പരമ്പരയ്ക്ക്. ലക്ഷക്കണക്കിന് ആരാധകരും ഉണ്ടായിരുന്നു. ഒരു വർഷം മാത്രമേ പരമ്പര ആരംഭിച്ചിട്ടായിട്ടുള്ളൂ. ഇതിനോടകം തന്നെ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ആരാധകരും ഏറെയായിരുന്നു. പരമ്പര കാണാൻ വേണ്ടി കാത്തിരുന്നവരുടെ എണ്ണവും അതിലേറെയായിരുന്നു. റേറ്റിംഗിൽ വളരെ മുൻപന്തിയിലായിരുന്നു. എന്നിട്ട് പോലും പരമ്പര പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്നുള്ള ദുഃഖവാർത്തയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നത്. അന്നത് ആരാധകരെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരുന്നു. ഒടുവിൽ ക്ലൈമാക്സ് എപ്പിസോഡും കൂടെ കാണിച്ചുകൊണ്ട് പരമ്പര അവസാനിക്കും. പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡ് പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നത് പോലെ ആയിരുന്നതുമില്ല. ഇതും പ്രേക്ഷകരെ ഏറെ നിരാശരാക്കി എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. രണ്ടാം ഭാഗം പവിത്രത്തിൻ്റെത് ആരംഭിക്കുകയാണ്. പവിത്രം പരമ്പരയുടെ രണ്ടാം ഭാഗം ഈ വർഷം മെയ് 18-ാം തീയതി പുറത്തു വരുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അനൗൺസ് ചെയ്തിരിക്കുന്നത് മെയ് 18-നാണ് പരമ്പരയുടെ രണ്ടാം ഭാഗം വീണ്ടും ആരംഭിക്കുന്നത്. പവിത്രം പരമ്പരയുടെ ആദ്യ ഭാഗത്തിൽ ശ്രീകാന്ത് എന്ന പുതുമുഖ നായകനായിരുന്നു നായകനായിട്ട് എത്തിയ വിക്രമിനെ അവതരിപ്പിച്ചു. സിനിമാ നടിയായ സുരഭി സന്തോഷായിരുന്നു പവിത്രം എന്ന സീരിയലിലെ നായികയായ വേദയെ അവതരിപ്പിച്ചത്. മറ്റു പരമ്പരകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ നായകനായതുകൊണ്ട് തന്നെയാണ് വേദ വിക്രം കോംബോ അത്രയധികം ഹിറ്റായത്. പ്രേക്ഷകർക്ക് പവിത്രം എന്ന പരമ്പരയോടുള്ള ഇഷ്ടം വർദ്ധിക്കാനും ഈ ഒരു കോംബോ കാരണമായി. ഇപ്പോൾ ഇതാ പരമ്പര അവസാനിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ത്രില്ലുണ്ടാക്കാത്ത രീതിയിലാണ് ക്ലൈമാക്സ് എപ്പിസോഡ് കാണിച്ചുകൊണ്ട് പരമ്പര അവസാനിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് പരമ്പര അവസാനിച്ചിരിക്കുന്നത്. മെയ് 18-ന് വീണ്ടും പരമ്പരയുടെ രണ്ടാം ഭാഗം പുറത്തു വരും എന്ന് തന്നെയാണ് അറിയാനും സാധിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം സാന്ത്വനം സീരിയലിൻ്റെ പോലെ തന്നെ കഥയോ കഥാഗതിയോ ഒന്നും തന്നെ ബന്ധമില്ലാത്ത രീതിയിലായിരിക്കുമോ സാന്ത്വനം സീരിയൽ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയതുപോലെ ആയിരിക്കുമോ പവിത്രം പരമ്പരയുടെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുക എന്നൊക്കെ പ്രേക്ഷകർ എല്ലാവരും തിരക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരഭിയെയും ശ്രീകാന്തിനെയും മാത്രം വേദയും വിക്രമുമായി കണ്ടാൽ മതി, അവർ തന്നെ ആയിരിക്കണം ഇതിലുണ്ടായിരിക്കേണ്ടത് എന്നൊക്കെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. എല്ലാവരും ചോദിക്കുന്നതും കഥാപാത്രങ്ങളെ മാറ്റുന്നുണ്ടോ അതുപോലെ കഥ മാറ്റുന്നുണ്ടോ എന്നൊക്കെയാണ്. സാന്ത്വനം 2-ലെ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. സാന്ത്വനം പരമ്പരയുടെ ഒന്നാം ഭാഗം പോലെ തന്നെയായിരിക്കും രണ്ടാം ഭാഗം എന്നത് കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. എന്നാൽ അതിനെയെല്ലാം തന്നെ നിരാശപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കഥാപശ്ചാത്തലമായിരുന്നു. അതുപോലെ പവിത്രം പരമ്പരയുടേത് മറ്റൊരു കഥയും കഥാപാത്രങ്ങളും ഒക്കെ ആയിരിക്കുമോ എന്നാണ് പ്രേക്ഷകരുടെ സംശയം. അതുപോലെ മറ്റു നായകന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വിക്രം വേദ പവിത്രം കഥ തന്നെ മതി എന്നൊക്കെയാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. നിരവധി പേരാണ് മെയ് 18-ന് എത്രയും പെട്ടെന്ന് പവിത്രം എന്ന സീരിയൽ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്.